ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ആണ്. എന്താണ് ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഇസ് ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് റിലേറ്റഡ് ഫാക്ട്സ് ഇൻ ക്ലാസസ് ഓൺ ദ ബേസിസ് ഓഫ് സെർട്ടൈൻ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഡാറ്റയുടെ പൊതുവെയുള്ള സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാറ്റനെ ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ. അപ്പോ നമ്മൾ ക്വസ്റ്റ്യനർക്ക് പോയി ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഡാറ്റനെ ഒരേ രീതിയിൽ, അതായത് ഹോമോജീനിറ്റിയുടെ അടിസ്ഥാനത്തിലേക്ക് എന്ത് ചെയ്യുക, അതാത് ഡാറ്റനെ ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ, തരംതിരിക്കുക. അപ്പോ ഒരുപോലത്തെ സ്വഭാവമുള്ള ഡാറ്റനെ എന്ത് ചെയ്യാണ് നമ്മൾ ഗ്രൂപ്പ് ആക്കേണ്ട ഇതുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് ആക്കുന്ന പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എ ഗുഡ് ക്ലാസിഫിക്കേഷൻ ഷുഡ് ഹാവ് ദ ക്വാളിറ്റീസ് ഓഫ് ക്ലാരിറ്റി, ഹോമോജീനിറ്റി, ഇക്വാളിറ്റി ഓഫ് സ്കെയിൽസ്, പർപ്പസ്ഫുൾനെസ് ആൻഡ് ആക്യുറസി. ഒരു നല്ലൊരു ക്ലാസിഫിക്കേഷന് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ട ക്വാളിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാരിറ്റി വേണം, അതുപോലെ ഹോമോജീനിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ ഇക്വാളിറ്റി ഓഫ് സ്കെയില്, അതുപോലെ പർപ്പസ്ഫുൾനെസ് ഉണ്ടായിരിക്കണം, അതുപോലെ ആക്യുറസിയും ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും ക്വാളിറ്റീസ് നിർബന്ധമായിട്ടും ഒരു ക്ലാസിഫിക്കേഷൻ, നല്ലൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ തരംതിരിച്ചത് എന്തായിരിക്കണം, നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ഹോമോജിനിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ നമ്മൾ സ്കെയിൽസ് പഠിച്ചിരുന്നു. അങ്ങനെ ആ സ്കെയിൽസ് ഒരേ ഗണത്തിൽപ്പെടുന്ന തരത്തിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്കെയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഡാറ്റയുടെ രൂപത്തിലായിരിക്കണം ക്ലാസിഫൈ ചെയ്യേണ്ടത്. അതുപോലെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഡാറ്റ ആയിരിക്കണം, അതായത് പർപ്പസ്ഫുൾനെസ് ആയിരിക്കണം, അടുത്താണ് ആക്യുറസി ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയും ക്വാളിറ്റി നിർബന്ധമായിട്ടും നമ്മൾ ക്ലാസിഫിക്കേഷൻസിന് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നോക്കാം ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്തൊക്കെയാണ് ഈ ക്ലാസിഫൈ ചെയ്യുന്നത് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒന്നാമതാണ് ടു കണ്ടൻസ് ദ മാസ് ഡാറ്റ ഇൻ സച്ച് എ മാനർ ദാറ്റ് സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ക്യാൻ ബി റെഡിലി അപ്രഹെൻഡഡ്. ഇവിടെ നമുക്ക് അപ്പോൾ ക്വസ്റ്റ്യനർക്ക് പോയി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ഡാറ്റ നമുക്ക് കിട്ടും. അത്തരത്തിൽ കളക്ട് ചെയ്യുന്ന മാസ് ഡാറ്റ നമുക്ക് ചുരുക്കാൻ ഈ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയുള്ള മാസ് ഡാറ്റിനെ കണ്ടൻസ് ചെയ്യാൻ വേണ്ടി, കണ്ടൻസ് പറഞ്ഞാൽ ചുരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇങ്ങനെ ചുരുക്കുന്നത് വഴി നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിന്റെ ആ ഡാറ്റ ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. അതാണ് അപ്രഹെൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്രഹെൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഹിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെ നമുക്ക് ഒരു വലിയ ഡാറ്റ ഉണ്ട്, ആ ഡാറ്റ എന്താണ് ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെന്താണ് സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് അപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത രണ്ടാമത്തെ പോയിന്റ് ആണ് ടു ഓർഗനൈസ് കോംപ്ലക്സ് ആൻഡ് സ്കാറ്റേർഡ് ഡാറ്റ ഇൻ ടു കൺസൈസ്, ലോജിക്കൽ ആൻഡ് ഇന്റലിജിബിൾ ഫോം. അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ളതും അതുപോലെ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ എന്ത് ചെയ്യാണ്, കൺസൈസ് ചെയ്യുക, അതിന് ലോജിക് ചെയ്യുക, ഇന്റലിജിബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. അപ്പോ ശരിക്കും പറഞ്ഞാല് സ്കാറ്റേർഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. എങ്ങനെയാണ് അതിനെ കൺസൈസ് ആക്കുക അല്ലെ? അതായത് നമുക്ക് എന്താ പല ക്വസ്റ്റ്യനിലായിരിക്കും എന്ത് ചെയ്യുക ഡാറ്റകൾ ഉണ്ടാകുക, അതിനെന്ത് ചെയ്യണം കൺസൈസ് ചെയ്യേണ്ടി വരും, അതുപോലെ അതിനെന്ത് ചെയ്യാൻ ലോജിക്കൽ ഓർഡറിലാക്കി മാറ്റേണ്ടി വരും, അതുപോലെ ഇന്റലിജിബിൾ ആയിട്ടുള്ള ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. അടുത്തതാണ് ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. അതുപോലെ ക്ലാസിഫൈ ചെയ്തതിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് 2-3 ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, 2-3 ഗ്രൂപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പരസ്പരം 2-3 ഗ്രൂപ്പുകൾ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. അടുത്താണ് ടു ഐഡന്റിഫൈ ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫീച്ചേഴ്സ് ഓഫ് ഡാറ്റ ഗ്ലാൻസ്. അതുപോലെ ഒറ്റ നോട്ടത്തിലൊക്കെ നമ്മൾ ഡാറ്റ നോക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. അപ്പൊ നമ്മൾ ഡാറ്റ ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് ടേബിൾ ഫോമിലോട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലെ, അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോ നമുക്ക് പെട്ടെന്ന് ഗ്രൂപ്പാക്കി തിരിക്കുമ്പോൾ, അങ്ങനെ ഗ്രൂപ്പാക്കി തിരിക്കുന്ന സമയത്ത് സിമിലാരിറ്റി ബേസിലായിരിക്കും ഗ്രൂപ്പാക്കി തിരിക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ഡാറ്റ നോക്കി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യാൻ ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ട് കഴിയുന്നതാണ്. അപ്പോൾ ഏറ്റവും സിഗ്നിഫിക്കന്റ് ഫീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്ലാസിഫൈ ചെയ്യുന്നതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അടുത്തതാണ് ടു ഗിവ് പ്രോമിനൻസ് ടു ദ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ബൈ ഡ്രോപ്പിംഗ് ദ അൺനെസസറി എലമെന്റ്സ് ഇൻ ദ ഡാറ്റ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ്
എടുത്തിട്ട് അൺനെസസറി ആയിട്ടുള്ള അതായത് ഡാറ്റയിൽ ഒരുപാട് അൺനെസസറി ആയിട്ടുള്ള എലമെന്റ്സുകൾ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പോ നമ്മൾ ഈ ക്വസ്റ്റ്യനിലൊക്കെ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ എല്ലാ ഡാറ്റയും നമുക്ക് ആവശ്യം ഉണ്ടാകുന്നില്ല. പക്ഷെ അതിൽ എന്താണ് നമുക്ക് അൺനെസസറി ആയിട്ടുള്ള എലമെന്റ് ഡാറ്റന്റെ എലമെന്റ് എന്ത് ചെയ്യണം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാണ് അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം എന്ത് ചെയ്യാണ് ഉപയോഗിച്ച് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്സ്. അപ്പോ ഇത്രയാണ് ക്ലാസിഫിക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. പ്രധാനമായിട്ടും 4 തരം ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഒന്നാമതാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്രിബ്യൂട്ടിന്റെ ബേസ് എന്ത് ചെയ്യുക ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശമുള്ളത്. അപ്പൊ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പൊ ക്വാളിറ്റീസ് ഏതൊക്കെ ക്വാളിറ്റീസ് ആകാം, അതായത് നമ്മൾ ഡാറ്റന്റെ ക്വാളിറ്റി ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോ സെക്സ്, ലിറ്ററസി, റിലീജിയൻ തുടങ്ങിയ കാര്യങ്ങൾ എന്താണ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. അത് നമുക്ക് അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പോ അതിന്റെ രൂപത്തിൽ എന്ത് ചെയ്യുക ക്ലാസിഫൈ ചെയ്യുക. ഇപ്പോ പല ക്വസ്റ്റ്യനർ ഇപ്പൊ 100 ക്വസ്റ്റ്യനർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തുണ്ടാവും ഇപ്പൊ അതിൽ കൊടുത്തിട്ടുണ്ടാവും, പേര് കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ അതില് സെക്സ് കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ അവരുടെ ലിറ്ററസി ലെവൽ കൊടുത്തിട്ടുണ്ടാവും, റിലീജിയൻ ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താണ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് ആണ്, അതായത് ആട്രിബ്യൂട്ട് ടൈപ്പ് ഇൻഫർമേഷൻസ് ആണ്. അതിന്റെ ബേസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അല്ലെ. അപ്പൊ സെക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെയില് ഫീമെയിൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോ മെയില് എത്ര മെയില് വന്നിട്ടുണ്ട് അല്ലെ, ആരൊക്കെയാണ് അതിൽ മെയിൽ ആയിട്ട് വന്നിട്ടുള്ളത് അവർ ലിസ്റ്റ് എടുക്കാൻ പറ്റും. ഫീമെയിൽ ആരൊക്കെയാണ് അവർ ലിസ്റ്റ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ റിലീജിയന്റെ ബേസിൽ എന്ത് ചെയ്യാൻ പറ്റും ആളുകളെ നമുക്ക് ആ ഡാറ്റ നമുക്ക് എന്തെങ്കിലും ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അടുത്തതാണ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ഏരിയ. അത് ഏരിയന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻസിനെ പറയുന്ന പേരാണ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോ നമുക്ക് മുനിസിപ്പൽ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് ജില്ലാ ബേസിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താ സംസ്ഥാന ബേസിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്താണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ടൈം. ക്രോണോളജി പറഞ്ഞാൽ ടൈമിന്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇപ്പോ ഓരോ ഡേറ്റ് വെച്ചാൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഓരോ മന്തിൽ വന്നിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്താണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസിനെ എന്ത് ക്ലാസിഫൈ ചെയ്യുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഹൈറ്റ്, വെയിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അതിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇനി അതർ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് നോക്കാം. ഒന്ന് മൾട്ടിപ്പിൾ ക്ലാസിഫിക്കേഷൻസ് ആണ്. മോർ ദാൻ 2 ക്ലാസ്സസ് ആർ ഫോംഡ്. ഒന്നിൽ കൂടുതൽ ക്ലാസ്സസ് ഫോം ചെയ്യാൻ പറ്റുന്നതിനാണ് എന്ത് പറയാ മൾട്ടിപ്പിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. അതായത് ഒരു ഡാറ്റിന് എന്ത് ചെയ്യാൻ പറ്റുക ഒന്നിൽ കൂടുതൽ ക്ലാസ് ആയിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതിനെയാണ് മൾട്ടിപ്പിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ക്ലാസ് ഫോം ചെയ്യാൻ പറ്റുന്ന ഡാറ്റയാണ് എന്താ പറയാ മൾട്ടിപ്പിൾ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയാം. അടുത്താണ് ഡിക്കോട്ടമസ് ക്ലാസിഫിക്കേഷൻ. ഓൺലി 2 ക്ലാസ്സസ് ആർ ഫോംഡ്. അതായത് ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് വെറും 2 ക്ലാസ് മാത്രം ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡിക്കോട്ടമസ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഡാറ്റ. അപ്പൊ പ്രധാനപ്പെട്ട 4 ഉള്ളത്. 1 ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, 2 ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, 3 ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, 4ാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്തൊരു ഏരിയയാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ക്ലാസ് ഇന്റർവെൽ. അപ്പോൾ ക്ലാസ് ഇന്റർവെല്ലിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡാറ്റ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലാസ് ഇന്റർവെല്ല് ദിസ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് മോസ്റ്റ് പോപ്പുലർ ഇൻ പ്രാക്ടീസ്. അതായത് കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ആയിട്ട് കണ്ടുവരുന്നത് ഈ ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ്. ഡാറ്റ റിലേറ്റിംഗ് ടു ഇൻകം, പ്രൊഡക്ഷൻ, ഏജ്, ഹൈറ്റ്, വെയിറ്റ് എക്സെട്ര ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്ലാസ് ഇന്റർവെൽ. അതായത് ക്ലാസ് ഇന്റർവെല്ലിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഇൻകം, പ്രൊഡക്ഷൻ, ഏജ്, ഹൈറ്റ്, വെയിറ്റ് ഒക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ വരുന്ന ഡാറ്റകൾ കാര്യങ്ങൾ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു ഏജ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പല തരത്തിലുള്ള ഒരു ഏജിലുള്ള ആളുകളായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. നമുക്ക് ഏജ് കൊടുക്കാൻ പറ്റും. ഒന്നാമത്തെ ഏജ് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ 18 വയസ്സ് മുതൽ 24 വയസ്സ് വരെ ഒരു ഏജ്, അതൊരു ക്ലാസ്. അതുപോലെ 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെ അടുത്ത ക്ലാസ്, 31 മുതൽ ഒരു 36 വരെ അടുത്ത ക്ലാസ്, അങ്ങനെ ക്ലാസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഏത് ക്ലാസ്സിലാണ് പെടുന്നത് അങ്ങനെ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനെയാണ് എന്ത് പറയാ ക്ലാസ് ഇന്റർവെലിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എല്ലാ ബേസിലും പറ്റും. ഹൈറ്റ് ആയാലും വെയിറ്റ് ആയാലും പ്രൊഡക്ഷൻ ആയാലും ഇൻകം ആയാലും ഏജ് ആയാലും എല്ലാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതുപോലെ ക്ലാസ് ഇന്റർവെല്ലിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, സച്ച്
ഡാറ്റ ആർ നോൺ ആസ് സ്റ്റാറ്റിസ്റ്റിക് ഓഫ് വേരിയബിൾസ്. ആ ഒരു ഡാറ്റനെ പറയുന്ന പേരാണ് അത്. ഈ ക്ലാസ് ഇന്റർവെല്ലിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ കിട്ടില്ല. ആ ഡാറ്റനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക് ഓഫ് വേരിയബിൾസ് എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ ക്ലാസ് ഇന്റർവെല്ലിൽ ഡാറ്റകൾ റെക്കോർഡ് ചെയ്തു. ആ ഒരു ഡാറ്റനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക് ഓഫ് വേരിയബിൾസ്. ഓക്കെ, അപ്പോ ഓരോ ക്ലാസ് ഇന്റർവെല്ലിനും ഒരു അപ്പർ ലിമിറ്റ് ഉണ്ടാകും, അതുപോലെ ലോവർ ലിമിറ്റും ഉണ്ടായിരിക്കും. സോ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ക്ലാസ് ലിമിറ്റ് ആൻഡ് ലോവർ ക്ലാസ് ലിമിറ്റ് ഈസ് ടേംഡ് ആസ് ക്ലാസ് മാഗ്നിറ്റ്യൂഡ്. അപ്പോ ഒരു ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിന് എന്തുണ്ടാകും, ഒരു അപ്പർ ലിമിറ്റ് ഉണ്ടാകും, അതുപോലെ ലോവർ ലിമിറ്റ് ഉണ്ടാകും. ആ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിന് പറയുന്ന പേരാണ് ക്ലാസ് മാഗ്നിറ്റ്യൂഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു ഏജിന്റെ ബേസ് ക്ലാസിഫൈ ചെയ്തല്ലോ. ഒന്നാമത്തെ ക്ലാസ് ആണ് 18 മുതൽ 24 വരെ എന്ന് പറഞ്ഞത്. അപ്പോ ഈ ഒരു 18 മുതൽ 24 വരെ എന്നുള്ള ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ലോവർ ലിമിറ്റ് 18 ആണ്. രണ്ടാമത്തെ അതിൽ വരുന്ന ഒരു അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 24 ആണ്. ആ 18ഉം 24ഉം തമ്മിലുള്ള ഡിഫറൻസിന് പറയുന്ന പേരാണ് ക്ലാസ് മാഗ്നിറ്റ്യൂഡ് എന്നത്. ഓക്കെ, അപ്പൊ ക്ലാസ് ലിമിറ്റ് മേ ബി ജനറലി സ്റ്റേറ്റഡ് ഇൻ ദ ഫോളോയിങ് വേസ്. ഏതൊക്കെ ക്ലാസ് ലിമിറ്റ് നമുക്ക് ഏതൊക്കെ തരത്തിലുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ക്ലാസ് ഇന്റർവെൽസ് ഉണ്ട്? രണ്ട് തരാനുള്ളത്. ഒന്ന് എക്സ്ക്ലൂസീവ് ടൈപ്പ് ഓഫ് ക്ലാസ് ഇന്റർവെൽസും രണ്ടാമത്തത് ഇൻക്ലൂസീവ് ടൈപ്പ് ഓഫ് ക്ലാസ് ഇന്റർവെൽസും. രണ്ടെണ്ണം ഉള്ളത്, ശ്രദ്ധിക്കുക. ഒന്ന് എക്സ്ക്ലൂസീവ് ടൈപ്പ് ഓഫ് ക്ലാസ് ഇന്റർവെല്ലും രണ്ടാമത്തത് ഇൻക്ലൂസീവ് ടൈപ്പ് ക്ലാസ് ഇന്റർവെല്ലും. ഇനി നമുക്ക് നോക്കാം. ഒന്നാമത്തത് എക്സ്ക്ലൂസീവ് ടൈപ്പ് ഓഫ് ക്ലാസ് ഇന്റർവെൽ. ഇൻ എക്സ്ക്ലൂസീവ് ടൈപ്പ് ഓഫ് ക്ലാസ് ഇന്റർവെൽ ദ ഐറ്റംസ് ഹൂസ് വാല്യൂസ് ആർ ഈക്വൽ ടു ദ അപ്പർ ലിമിറ്റ് ഓഫ് എ ക്ലാസസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു എ നെക്സ്റ്റ് ഹയർ ക്ലാസ്. അതായത് ഇപ്പൊ ഒരു ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ അപ്പർ ലിമിറ്റ് ഉണ്ടാവും, അതുപോലെ ലോവർ ലിമിറ്റ് ഉണ്ടാവും അല്ലെ. ഈ ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആകും. അതിനെയാണ് എന്ത് പറയാ, എക്സ്ക്ലൂസീവ് ടൈപ്പ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ? അതായത് ഒന്നാമത്തെ ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ലോവർ ലിമിറ്റ് ഉണ്ടാകും, അപ്പർ ലിമിറ്റ് ഉണ്ടാകും. ആ ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് തീർച്ചയായിട്ടും എന്തുണ്ടാകും, അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയിട്ട് ഉണ്ടാകും. അങ്ങനത്തെ ക്ലാസ് ഇന്റർവെല്ലിന് പറയുന്ന പേരാണ് എക്സ്ക്ലൂസീവ് ടൈപ്പ് ക്ലാസ് ഇന്റർവെൽ. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു സംശയം വരും, എന്തുകൊണ്ടാണ് എക്സ്ക്ലൂസീവ് വരുന്നത്? രണ്ട് സ്ഥലത്തും എന്താണ്, ഒന്നാമത്തെ കേസിലും ആ സംഖ്യ ഉണ്ട്, രണ്ടാമത്തേലും ആ സംഖ്യ ഉണ്ട്. പിന്നെ എങ്ങനെ എക്സ്ക്ലൂസീവ് ആവുന്നുള്ള കാര്യം. പക്ഷെ ഇതിൽ എന്താണ്, ആ ഒരു അപ്പർ ലിമിറ്റ് ശരിക്കും എന്തില്ല, ആ ഒന്നാമത്തെ ക്ലാസ്സിൽ ഇൻവോൾവ് ചെയ്യില്ല, അത് രണ്ടാമത്തെ ക്ലാസ്സിലാണ് ഇൻവോൾവ് ചെയ്യുക. എക്സ്ക്ലൂഡ് ആണ് ശരിക്കും. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കൂ, ഒരു എക്സാമ്പിള് 100, 200, 200, 300, 300, 400 അങ്ങനെ പോകുന്നു. അത് ക്ലാസ് ആണ്. അപ്പൊ ഒന്നാമത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100, 200 ആണ്. രണ്ടാമത്തെ ക്ലാസ് 200, 300 ആണ്. ഇവിടെ 100 എന്താണ്, ഫസ്റ്റ് ക്ലാസ്സിലെ ലോവർ ലിമിറ്റും രണ്ടാമത്തെ 200 വരുന്ന എന്താണ്, അപ്പർ ലിമിറ്റും ആണ്. ഒന്നാമത്തെ ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് 200, അതുപോലെ ആ ക്ലാസ്സിലെ ലോവർ ലിമിറ്റ് 100 ആണ്. ഈ ഒരു അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസിന്റെ എന്തായിരിക്കും, ലോവർ ലിമിറ്റ് ആയിരിക്കും. അതാണ് എക്സ്ക്ലൂസീവ് ടൈപ്പ് ക്ലാസ് ഉണ്ടല്ലേ. അപ്പൊ ഇത് രണ്ടെണ്ണം വരുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് ഇൻക്ലൂസീവ് ആയിക്കൂടെ എന്ന് ചോദിക്കും. അതല്ല, ഇവിടെ എന്ത് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ ശരിക്കും 200 ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ശരിക്കും 200 എന്ന ഫിഗർ വരികയാണെന്നുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ടത് ഈ രണ്ടാമത്തെ ക്ലാസ്സിലാണ് ആ 200 രേഖപ്പെടുത്തേണ്ടത്. അപ്പൊ ഇവിടെ ശരിക്കും എന്താണ്, 100 മുതൽ വരുന്നത് പറഞ്ഞാല് 199 വരെ ഇവിടെ വരുള്ളൂ. വരുന്ന ഐറ്റംസ് മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഈ ഒരു ക്ലാസ് നമുക്ക് എങ്ങനെ റീഡ് ചെയ്ത് നോക്കാം. ദ എബവ് ഇന്റർവൽ ക്യാൻ ബി റീഡ് ആസ് 100 ആൻഡ് അണ്ടർ 200. അങ്ങനെ അത് വായിക്കാം, മനസ്സിലായോ? അപ്പോ 100 ആൻഡ് 200, 200 ആൻഡ് അണ്ടർ 300 അങ്ങനെയാണ് വായിക്കുക. അതുപോലെ 300 ആൻഡ് അണ്ടർ 400 അങ്ങനെ വായിച്ചു പോകാം. ഇൻ ദിസ് കേസ്, അപ്പോ ഈ ഒരു കേസിൽ ശരിക്കും എന്തില്ല, നമ്മള് അതിന്റെ അപ്പർ ലിമിറ്റ് ശരിക്കും അതിൽ ആ ഫസ്റ്റ് ക്ലാസ്സിൽ ഒന്നും ഇൻവോൾവ് ചെയ്യില്ല. ഓക്കെ, ഇനി അടുത്തതാണ് രണ്ടാമത്തത് ഇൻക്ലൂസീവ് ടൈപ്പ് ക്ലാസ് ഇന്റർവെൽ. ഇവിടെ ഇൻക്ലൂസീവ് ആയിരിക്കും. ഇൻ ദിസ് കേസ് ദ അപ്പർ ലിമിറ്റ് ഓഫ് എ ക്ലാസ് ഇന്റർവെൽ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം ക്ലാസ് ഇന്റർവെൽ. ആ ഒരു അപ്പർ ലിമിറ്റ് എന്തായിരിക്കും, ഈ ക്ലാസ്സിൽ ഏത് ക്ലാസ്സിലാണ് ഇൻവോൾവ് ചെയ്യുന്നത് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ഇൻക്ലൂസീവ് ടൈപ്പ് ക്ലാസ് ഇന്റർവെൽ. നേരത്തെ അപ്പർ ലിമിറ്റ് അതിൽ ഇൻക്ലൂഡഡ് അല്ലായിരുന്നു, ഇവിടെ എന്തായിരിക്കും, ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ എക്സാം നോക്കാം. 101, 200 കണ്ടോ. പിന്നെ അടുത്ത് വരുന്നത് 201, 300. അടുത്ത് വരുന്നത് 301, 400. അപ്പൊ എന്താണ്, ഇവിടെ അതിന്റെ അപ്പർ ലിമിറ്റ് എന്താണ്, ഫസ്റ്റ് ക്ലാസ് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മറ്റതിൽ അങ്ങനെ അല്ലായിരുന്നു, അപ്പർ ലിമിറ്റ് എന്തില്ല, ആ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യില്ലായിരുന്നു. ഓക്കെ, അതാണ് ഇൻക്ലൂസീവ് ടൈപ്പ് ക്ലാസ് ഇന്റർവെൽ. അപ്പൊ ആൻ ഐറ്റം ഹൂസ് വാല്യൂസ് 200 then it is included in the group 101, 200. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ 200 എന്നുള്ള വാല്യൂ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഒന്നാമത്തെ ക്ലാസ് തന്നെയാണ് 101, 200 ഇൻക്ലൂഡ് ചെയ്യുക.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്.